പിന്നെ നമുക്ക് പോളി അമൈഡ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നൈലോൺ. അപ്പോൾ അമൈഡ് എന്ന് പറഞ്ഞാൽ CONH ഗ്രൂപ്പ് ഉള്ളതാണ്. അപ്പോൾ പോളി അമൈഡ് എന്ന് പറഞ്ഞാൽ എ മോളിക്യൂൾ വിച്ച് കണ്ടെയ്ൻസ് മെനി നമ്പർ ഓഫ് CONH. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നൈലോൺ. നൈലോൺ രണ്ട് തരമുണ്ട്, നൈലോൺ 66ഉം നൈലോൺ 6ഉം. അപ്പം നൈലോൺ 66 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ അഡിപ്പിക് ആസിഡ്. ദിസ് മോളിക്യൂൾ ഈസ് കോൾഡ് അഡിപ്പിക് ആസിഡ്. ഡൈകാർബോക്സിലിക് ആസിഡാണ്. രണ്ട് COH ഗ്രൂപ്പും CH2 4 ടൈംസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 6 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ഡൈകാർബോക്സിലിക് ആസിഡാണ് അഡിപ്പിക് ആസിഡ്. ആൻഡ് ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ. ഓക്കെ, അപ്പോൾ ഡൈഅമീനാണ്. ഡൈഅമീൻ എന്ന് പറയുമ്പോൾ രണ്ട് NH2 ഗ്രൂപ്പ്. ഇവിടെ ഒരു NH2 ഗ്രൂപ്പ്, ഇവിടെ ഒരു NH2 ഗ്രൂപ്പ്, പിന്നെ 6 കാർബൺ ആറ്റംസ്. CH2 ഗ്രൂപ്പ് 6 അതുകൊണ്ടാണ് ഹെക്സാമെത്തിലീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 6. അപ്പോൾ രണ്ട് 6 കാർബൺ കോമ്പൗണ്ട്സ് കണ്ടൻസ് ചെയ്തുണ്ടാകുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഇതിനെ നൈലോൺ 66 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് കണ്ടൻസേഷൻ നടക്കുന്നത്? ഇവിടുത്തെ ഹൈഡ്രജനും കാർബോക്സിലിക് ആസിഡിൻ്റെ ഹൈഡ്രജനും അമീൻ്റെ ഹൈഡ്രജനും കൂടെ ഒരു ഹൈഡ്രജൻ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആദ്യം ഒരു സോൾട്ടാണ് ഫോം ചെയ്യുന്നത്. ദിസ് ഇസ് നൈലോൺ സോൾട്ട് ഫോം ചെയ്യും. ഇങ്ങനെ ഒരു അമൈഡ് സോൾട്ട് ഫോം ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന അമൈഡ് സോൾട്ട് പിന്നെ നമ്മളെടുത്ത് ഹീറ്റ് ചെയ്യാണ് അറ്റ് 280 ഡിഗ്രി സെൽഷ്യസ്. 280 ഡിഗ്രി സെൽഷ്യസ് അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് നൈട്രജൻ. It is heated at 280 degree Celsius under reduced pressure in an atmosphere of nitrogen. അങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നൈട്രജൻ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നൈലോൺ 66 ഫോം ചെയ്യും. നൈലോൺ 66 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇതുപോലെ തന്നെ, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് എ സോൾട്ട്. CH2 4 ടൈംസ്. അമൈഡ് ഗ്രൂപ്പ് ആണ് പോളിമർ. CH2 6 ടൈംസ് NH, ഇവിടെ CO, CH2 4 ടൈംസ് CO. ഇവിടെ നമുക്ക് ഫർദർ പോളിമറൈസേഷൻ നടക്കുകയാണ്. N ടൈംസ് CO, NH, CH2 6 ടൈംസ് NH2. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉള്ള രീതിയിൽ ആണ് നൈലോൺ 6 എക്സിസ്റ്റ് ചെയ്യുന്നത്. നൈലോൺ 66. ഓക്കെ, അപ്പോൾ എവിടെ